ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സിൽ റഷ്യ ഉക്രൈൻ വിഷയത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. അതായത് ഉക്രൈൻ്റെ ഉള്ളിൽ റഷ്യ കനത്ത ആക്രമണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 600-ലധികം ഡ്രോൺ അയച്ചതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. 2-ാം തീയതി ഈവനിങ് മുതൽ, അതായത് ജൂലൈ 2-ാം തീയതി ഈവനിങ് മുതൽ ജൂലൈ 3-ാം തീയതി നേരം വെളുക്കുന്നത് വരെ, അതായത് രാത്രി മുഴുവനും നീണ്ടു നിന്ന ആക്രമണം, ശക്തമായ ആക്രമണമാണ് റഷ്യ കാഴ്ചവെച്ചത്. ഇതുകൊണ്ട് ഉക്രൈൻ്റെ ഉള്ളിൽ പല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സെലൻസ്കി കരച്ചിലോട് കരച്ചിലാണ്. അതിനെ തുടർന്ന് അമേരിക്കയിൽ ട്രംപ് ഉൾപ്പെടെ ഫെഡപ്പാണ്. ട്രംപിന്റെ പലതവണത്തെ വൈറ്റ് ഹൗസ് പ്രസ് മീറ്റിൽ ഉക്രൈനിലുള്ള ഒരു മാധ്യമ പ്രവർത്തക ചോദിക്കുന്നുണ്ട് പല രീതിയിലുള്ള ചോദ്യങ്ങൾ. എൻ്റെ ഹസ്ബൻഡ് ഉക്രൈനിലാണ് താമസിക്കുന്നത്, ഞാനിവിടെ US-ലാണ്, ഞാൻ പ്രസ് റിപ്പോർട്ടറാണ്, അപ്പം ഉക്രൈൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണെന്നുള്ള നിലയിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അപ്പം അതിന് വളരെ കൺസേണോടുകൂടി ട്രംപ് മറുപടി കൊടുക്കുന്ന രംഗങ്ങളൊക്കെ വൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട് ട്രംപ്, ഇസ്രായേലിന് ഒരുപാട് ആയുധങ്ങൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഷോർട്ടേജ് ഉണ്ട് എന്നുള്ള നിലയിലാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഉക്രൈന് ആയുധം കൊടുക്കുന്നതിൽ ഷോർട്ടേജ് ഒന്നുമില്ല, അതിന് വ്യക്തമായ വേറെ ചില കാരണങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതെന്തായാലും ബൈഡൻ അഡ്മിനിസ്ട്രേഷനും ട്രംപ് അഡ്മിനിസ്ട്രേഷനും ഇടയിലുള്ള ഒരു നയമാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ഒരു നയമാറ്റത്തിന്റെ പേരിലാണ് ഈ ഉക്രൈന് ആയുധങ്ങൾ കൊടുക്കാത്തത്. അത് യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെയൊക്കെ മിലിറ്ററി എക്സ്പെൻഡിച്ചർ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നുണ്ട്. ആ വിഷയത്തിൽ ഒരു തീരുമാനം യൂറോപ്യൻ യൂണിയന്റെ സൈഡിൽ നിന്നും അതുപോലെ നാറ്റോ രാജ്യങ്ങളുടെ സൈഡിൽ നിന്നും സ്ട്രോങ് ആയിട്ട് വരാത്തത് കൊണ്ട് തന്നെയാണ് ഈ ആയുധങ്ങൾ ഉക്രൈന് കൊടുക്കാത്തത്. എനിവേ, ഇപ്പൊ നിലവിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് പുടിൻ യുദ്ധം ആഗ്രഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം അതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിൽ അതിഭീകരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉക്രൈന്റെ ഉള്ളിൽ നടത്തുന്നതായിട്ട് ട്രംപ് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഉക്രൈനെ അങ്ങനെ വെറുതെ വിടത്തില്ല, ഉക്രൈനിന് ഫുൾ സപ്പോർട്ട് കൊടുക്കും എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ പാടെ തന്നെ സെലൻസ്കിയുമായിട്ട് ഒരു ഫോൺ കോൾ കോൺവെർസേഷൻ, ഏതാണ്ട് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഫോൺ കോൾ കോൺവെർസേഷനാണ്. ആ ഫോൺ കോൺവെർസേഷനിൽ ഉക്രൈനിലെ സെലൻസ്കി പല റിക്വസ്റ്റുകളും അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ആയുധങ്ങളുടെ ഷോർട്ടേജ്, അതായത് അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ഉക്രൈന്റെ ഉള്ളിൽ വന്ന് തന്നെ മാനുഫാക്ചറിങ് ചെയ്യാം, ഞങ്ങൾ എന്ത് തരത്തിലുള്ള മിനറൽ അല്ല ഇനി എന്തൊക്കെ കരാർ വേണമെങ്കിലും ഒപ്പിട്ട് തരാം, ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ വൈറ്റ് പേപ്പർ ഒന്ന് കാണിച്ചാലും മതി, അവിടെയൊക്കെ ഞാൻ ഒപ്പിട്ട് തരാം, ഏത് രീതിയിലായാലും നിങ്ങൾ ഉക്രൈനെ മുഴുവനുമായിട്ട് അങ്ങ് എടുത്താലും വേണ്ടില്ല, ഞങ്ങൾക്ക് ആയുധങ്ങൾ തരണം എന്നാണ് സെലൻസ്കി റിക്വസ്റ്റ് വെച്ചതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പൊ ഈ രീതിയിൽ ഒരു സൈഡിൽ ഉക്രൈനിലെ സെലൻസ്കി അമേരിക്കയുടെ അടുത്ത് ആയുധം ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്ക പല രീതിയിലും ഉരുണ്ട് കളിച്ചുകൊണ്ട് പാട്രിയോട്ടിക് മിസൈൽ സിസ്റ്റം ഒക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു അനക്കവും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, ഒരു ചലനവും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ ജർമ്മനി ഇതേപോലെ തന്നെ ടോറസ് മിസൈൽ സിസ്റ്റം കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറെ നാളായി, വർഷങ്ങളായി, ഇതുവരെ അവരും ഒരു രീതിയിലും അനങ്ങുന്നില്ല. ഇനി UK ആണെങ്കിൽ തകൃതിയായിട്ട് മിഡിൽ ഈസ്റ്റിലേക്ക് ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുകെയുടെ ഷട്ടിൽ സർവീസ് ഒക്കെ നടക്കുന്നുണ്ട് മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക്. ഇവരൊക്കെ എന്ത് ആയുധങ്ങളാണ് അവിടെ സപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്കറിയില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഇനി റഷ്യയുടെ മേളിൽ കടുത്ത ഉപരോധം കൊണ്ടുവരുമെന്നാണ് അമേരിക്ക ഭീഷണിപ്പെടുത്തുന്നത്. ഈ ഉപരോധം പണ്ടും പല രീതിയിൽ ഉണ്ടായിരുന്നതാണ്, ഇപ്പോഴും നിലവിൽ ഉപരോധം ഉണ്ട്. റഷ്യയുടെ പല കമ്പനികൾക്കും റഷ്യയുടെ പല ആക്ടിവിറ്റീസിനും ഉപരോധമുണ്ട്. സ്വിഫ്റ്റ് ട്രാൻസാക്ഷൻ വരെ ഉപരോധത്തിൽ നിന്നുകൊണ്ടാണ് റഷ്യ ഈ യുദ്ധം മുന്നോട്ട് നയിക്കുന്നത്. എന്നിട്ട് 2 ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യ ലുഹാൻസ്ക് ഒബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ് തന്നെ റഷ്യയുടേതാണെന്ന് ഒഫീഷ്യലി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഒരു നടപടിയും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. അത് കടുത്ത ആക്രമണം നേരിടുന്ന ഉക്രൈനെ ജസ്റ്റ് ഫോൺ വിളിച്ചൊന്ന് ആശ്വസിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മിനറൽ ഡീലൊക്കെ ഒപ്പിട്ട് മേടിച്ചിട്ടുണ്ടേ, അപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ നിൽക്കണമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഡൊണാൾഡ് ട്രംപ് എൻ്റെ അടുത്ത് മിനറൽ ഡീലൊക്കെ ഒപ്പിട്ട് മേടിച്ച് ഇപ്പോൾ എന്നെ കൈയൊഴിഞ്ഞെന്ന് ഇനി ഉക്രൈനിലെ സെലൻസ്കി ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനും മടിക്കില്ല. അതറിഞ്ഞുകൊണ്ടായിരിക്കും ഡൊണാൾഡ് ട്രംപ് ജസ്റ്റ് ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് സംസാരിക്കുന്നത്. ഇനിയും ആയുധങ്ങൾ അവിടെ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സെലൻസ്കി നല്ല പ്രതീക്ഷയിലാണ്. ഡൊണാൾഡ് ട്രംപ് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. കോൺവെർസേഷൻ ഗുഡ് കോൺവെർസേഷൻ ആണ്, ഫ്രൂട്ട്ഫുൾ കോൺവെർസേഷൻ ആണ്. അപ്പൊ ആയുധങ്ങൾ വരും എന്ന് തന്നെയാണ് സെലൻസ്കി പ്രതീക്ഷിച്ച് ഫോൺ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ചൈന 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഓപ്പൺ ആയിട്ട് തന്നെ ഉക്രൈനെതിരെയാണ്, റഷ്യക്ക് സപ്പോർട്ടാണ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ട് കഴിഞ്ഞു. അത് ചൈന എന്ത് രീതിയിലുള്ള ആയുധവും റഷ്യക്ക് കൊടുക്കാൻ തയ്യാറാണ്, അവർ കൊടുക്കും, അതിൽ ആർക്കും ഒന്നും പറയാനില്ല, നിങ്ങളൊന്നും പറയണ്ട എന്നാണ് ചൈനയുടെ സ്റ്റേറ്റ്മെന്റ്. ചൈനയ്ക്കുള്ളിൽ ഷീ ജിൻപിങ്ങിന്റെ ഭരണത്തിനൊക്കെ ചില അട്ടിമറികളും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഷീ ജിൻപിങ്ങിനെ അത്ര എളുപ്പത്തിൽ പുറത്തെടുത്ത് കളയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. പക്ഷേ ഉള്ളിൽ പൊളിറ്റിക്സ് ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ഷീ ജിൻപിങ്ങിനെ റീപ്ലേസ് ചെയ്യാനുള്ള ചില മാർഗങ്ങളൊക്കെ ഉള്ളിൽ നടക്കുന്നുണ്ട്.
അതിനെക്കുറിച്ചുള്ള കൺഫേം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള പല അനുമാനങ്ങൾ, പല പ്രഡിക്ഷൻസ്, ഇതൊക്കെ പല അനലിസ്റ്റുകളും ഇതിനെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഇതുവരെ കൺഫേം ആയിട്ടുള്ള വാർത്തകളൊന്നും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ ഉറപ്പിച്ച് പറയുന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ ഉക്രൈൻ ആണെങ്കിൽ തുടരെ റഷ്യയുടെ മേളിൽ ചൈനയുടെ ആയുധങ്ങളാണ് റഷ്യ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അലിഗേഷൻ ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് ഞാനിതാ കാണിക്കുന്ന ഒരു ഇമേജ്, ഇത് ഇന്ന് ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതാണ്. ഉക്രൈന്റെ ഉള്ളിൽ റഷ്യ അയച്ച ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതാണ്, ഇന്റർസെപ്റ്റ് ചെയ്ത് താഴെ കിടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോഗ്രാഫ്, ആ ഫോട്ടോഗ്രാഫിൽ അതിന്റെ മേഡ് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. സൂഷോ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത്. ഇത് മാനുഫാക്ചറിങ് ചെയ്തിരിക്കുന്നത് ജൂൺ മാസം മാനുഫാക്ചറിങ് ചെയ്തതാണ്, വളരെ ഷോർട്ട് പീരീഡിൽ. കഴിഞ്ഞ മാസം ഉൽപ്പാദിപ്പിച്ച് മാനുഫാക്ചറിങ് ടെസ്റ്റിംഗ് ഒക്കെ നടത്തി അവർ റഷ്യയിലോട്ട് കയറ്റുമതി ചെയ്ത ഡ്രോണാണിത്. ഈ ഡ്രോണാണ് ഇപ്പോൾ പൊട്ടി ഇവിടെ താഴെ വീണ് കിടക്കുന്നത്. ഇതൊരു എവിഡൻസ് ആയിട്ട് എടുത്ത് സെലൻസ്കി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, ജർമ്മനി, അതേപോലെ തന്നെ നാറ്റോ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇതിന്റെ കോപ്പി സമർപ്പിച്ചു കഴിഞ്ഞു. അതായത് എവിഡൻസ് ആണ് റഷ്യയുടെ, അതായത് റഷ്യ ഉപയോഗിക്കുന്നത് ചൈനയുടെ ആയുധങ്ങളാണെന്നുള്ളതിന്റെ സോളിഡ് പ്രൂഫാണ് ഉക്രൈനിലെ സെലൻസ്കി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോൾ അമേരിക്ക എന്താണ് ചെയ്യേണ്ടത്? അമേരിക്ക ചെയ്യേണ്ടത് ചൈനയ്ക്കെതിരെ സാങ്ഷൻ കൊണ്ടുവരണം, അല്ലേ? ചൈനയ്ക്കെതിരെ സാങ്ഷൻസ് ആണ് കൊണ്ടുവരേണ്ടത്. അതാണ് ശരിക്കും എടുക്കേണ്ട നടപടി. എന്നാൽ പിന്നെ അമേരിക്ക ചെയ്ത് കാണിക്കട്ടെ. നടക്കൂല, അതാണ് സംഭവിക്കുന്നത്. അതായത് അവർക്കറിയാം, അമേരിക്കയ്ക്ക് അറിയാം കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത്. അതുകൊണ്ട് അവര് ഇനി ഉക്രൈനിലെ സെലൻസ്കി തലയും കുത്തി നിന്ന് തെളിവ് കൊണ്ട് കൊടുത്താലും അമേരിക്ക ചൈനയ്ക്കെതിരെ ഒരു സാങ്ഷൻസ് ഉണ്ടാക്കാൻ പോകുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതായത് എവിടെ വളയണോ അവിടെ വളയും, അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ സാങ്ഷൻസ് ആയാലും ശരി തന്നെ, അതുപോലെ തന്നെ റഷ്യക്കെതിരെയുള്ള സാങ്ഷൻസ് ആയിക്കോട്ടെ, ചൈനയ്ക്കെതിരെയുള്ള സാങ്ഷൻസ് ആയിക്കോട്ടെ, അതുപോലെ ഉക്രൈനെ സപ്പോർട്ട് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വെറും സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് നമ്മുടെ പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറയുന്നത്. പിന്നെ ECO സബ്മിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഇറാന്റെ അപ്പുറത്ത് കിടക്കുന്ന അസർബൈജാൻ, കിർഗിസ്ഥാൻ, തുർക്കി, തുർക്ക്മെനിസ്ഥാൻ, ഇതേപോലത്തെ കുറച്ച് ഇസ്ലാമിക് രാജ്യങ്ങളുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന, റഷ്യയുടെ ഈ ബോർഡർ സൈഡിൽ ഈ ഇപ്പുറത്ത് കിടക്കുന്ന കുറെ ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട്. ആ രാജ്യങ്ങളെല്ലാം ചേർന്നുകൊണ്ട് ഉള്ളൊരു മീറ്റിംഗ് ആണ് ECO സബ്മിറ്റ്. അതിൽ തുർക്കി, ഇറാൻ രണ്ടുപേരും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സുപ്രധാനമായിട്ടൊരു മീറ്റിംഗ് ആയിട്ട് ഇതിനെ ഇറാൻ ഉയർത്തി കാണിക്കുന്നുണ്ട്. ശരിക്കും ഈ മീറ്റിംഗ് എല്ലാ വർഷവും നടക്കുന്നുണ്ട്. ഇതിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ മീറ്റിംഗ് വളരെ പ്രാധാന്യമുള്ള ഒരു മീറ്റിംഗ് ആയിട്ട് ഇറാന് വരുത്തി തീർക്കേണ്ടതുണ്ട്. അതുപോലെ തുർക്കിയും അതിനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു മീറ്റിംഗ് കൊഴിപ്പിക്കാൻ ശ്രമങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് വലിയൊരു കീ പോയിന്റ് ഉണ്ട്. ഈ കീ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ കാണിക്കുന്ന ഒരു മാപ്പ് നിങ്ങൾ കണ്ടോളൂ. ഈ മാപ്പിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ ലൈൻ കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതൊരു കോറിഡോർ പദ്ധതി പോലത്തെ ഒരു ട്രാൻസ്പോർട്ട് റൂട്ടാണ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് റൂട്ടിൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ യൂറോപ്പിലേക്കുള്ള ട്രാൻസ്പോർട്ട് റൂട്ടാണിത്. അപ്പോൾ ഇതിൽ ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നത് അസർബൈജാന്റെ കൺട്രോളിലുള്ളതാണ്. അത് കഴിഞ്ഞാൽ ഒരു ബ്ലൂ കളറിൽ കാണിക്കുന്നത് അസർബൈജാൻ കൺട്രോളിൽ തന്നെയാണ് ഉള്ളത്. അത് അസർബൈജാനും അർമേനിയ ആ രീതിയിലുള്ള കണക്ഷൻ ഉള്ളതാണ്. അതുപോലെ റെഡ് ലൈനിൽ കാണുന്നതും അത് കഴിഞ്ഞ് യെല്ലോ കാണുന്നതും അർമേനിയ കൺട്രോളിലുള്ള റൂട്ടാണ്. അപ്പോൾ ഈ അർമേനിയ കൺട്രോളിലുള്ള റൂട്ട് തികച്ചും ഇത് യൂറോപ്പിലേക്ക് എൻട്രി ആകുന്നെങ്കിൽ ഷെങ്സർ എന്ന് പറഞ്ഞ ആ ഒരു എൻട്രി, ശരിക്കും യൂറോപ്പിലേക്കുള്ള എൻട്രി എക്സിറ്റ്, ഇതിന്റെ കൺട്രോൾ പാസ് ഉള്ളത് അർമേനിയയുടെ കയ്യിലാണ്. ഇനി ശരിക്കും വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അർമേനിയയുടെ കയ്യിൽ മാത്രമല്ല, അർമേനിയയുടെ കയ്യിൽ ഈ ഒരു യൂറോപ്പിലേക്കുള്ള ഈ ഒരു കോറിഡോർ എക്സിറ്റ് എൻട്രി, ആ പാത്ത് വേക്കുള്ള പാസ് കൊടുക്കുന്നത് ശരിക്കും ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഈ അമേരിക്കൻ കമ്പനി എന്ന് പറഞ്ഞാൽ അത് വെറും അമേരിക്കൻ കമ്പനി മാത്രമല്ല, ഇസ്രായേലിന്റെ സപ്പോർട്ടോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ജോയിന്റ് വെഞ്ചർ, ഇസ്രായേൽ അമേരിക്ക ജോയിന്റ് വെഞ്ചർ കമ്പനിയാണ് ഈ ഒരു യൂറോപ്പിലേക്കുള്ള ഒരു എൻട്രി എക്സിറ്റ് പാസ് കൊടുക്കുന്ന ഒരു കമ്പനി. ശരിക്കും പറഞ്ഞാൽ എന്ത് ചരക്ക് നീക്കം ഏതിലേ പോകണം എന്നുണ്ടെങ്കിലും ഇതിന്റെ കൺട്രോൾ ആരുടെ കയ്യിലാണുള്ളത്? പ്രത്യക്ഷത്തിൽ അത് അർമേനിയയുടെ കയ്യിലാണെന്ന് പറയുന്നെങ്കിലും ഒരു കമ്പനി, ഒരു പ്രൈവറ്റ് കമ്പനി അതിനെ നയിക്കുന്നുണ്ട്. ആ കമ്പനി ശരിക്കും ഇസ്രായേലിന്റെയും US-ന്റെയും ജോയിന്റ് വെഞ്ചറുള്ള കമ്പനിയാണ്. അപ്പൊ ഫുൾ ഡേറ്റ, എന്തൊക്കെ സാധനങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു, ഏതൊക്കെ രീതിയിൽ യൂറോപ്പിലേക്ക് പോകുന്നു, യൂറോപ്പിൽ നിന്നും എന്തെല്ലാം വരുന്നു, ഇതെല്ലാം തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിയന്ത്രണത്തിലാണ് ഇത് നടക്കുന്നത്. ഇനി ഇവർ എത്രമാത്രം ഈ ഒരു ECO സബ്മിറ്റ് കൂടിയാൽ തന്നെ ഇവർക്ക് ആർക്കും ഇതിനകത്ത് ഒരു രീതിയിലുള്ള കൺട്രോളും എടുക്കാൻ കഴിയില്ല. ഇവർക്ക് ആർക്കും തന്നെ ഇറാനെ അങ്ങ് അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത്, അതായത് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് യൂണിലാറ്ററൽ ആയിട്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് നയിക്കാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവരുടെ കംപ്ലീറ്റ് ട്രേഡ് റൂട്ട് മൊത്തം കൺട്രോൾ ചെയ്യുന്നത് ഈ സെങ്ഷർ എക്സിറ്റ് എൻട്രിയിലാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതില്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ട്രേഡും കാര്യങ്ങളെല്ലാം തന്നെ തകിടം മറിയും. അപ്പൊ അതുകൊണ്ട് ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട അർമേനിയ എന്ന് പറഞ്ഞ രാജ്യവുമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അസർബൈജാനും അർമേനിയയും തമ്മിൽ അടികൂടുന്ന സമയത്ത് ഈ രാജ്യങ്ങളൊന്നും ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കാത്തത്. കാരണം അവർക്ക്
അസർബൈജാനുമായിട്ടും അർമേനിയയുമായിട്ടും ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഈക്വൽ ആയിട്ടുള്ള ബന്ധമുണ്ട്. അത് അവരുടെ ട്രേഡും അവരുടെ എക്കണോമിക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് യൂണിഫൈഡ് ആയിട്ട് ഒരു തീരുമാനം ഇറാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്ക് നടപ്പാക്കാൻ കഴിയില്ല. പേരിന് വേണ്ടിയിട്ട് ഒരു റെസൊല്യൂഷനൊക്കെ പാസ്സാക്കി എല്ലാവരും കൂടെ ഒപ്പുവെച്ച് പിരിയും, അതേ നടക്കുള്ളൂ. പിന്നെ ഇറ്റലിക്കുള്ളിൽ വലിയൊരു എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പ്ലോഷനാണ്. ആ വലിയ എക്സ്പ്ലോഷന്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ കമ്പനിയിൽ 15-ലേറെ ആൾക്കാർ ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് വാർത്തകൾ വരുന്നത്. ഇതിന്റെ വിശദമായ ഡീറ്റെയിൽസ് ഇനിയിപ്പം ഏതെങ്കിലും രീതിയിൽ തീവ്രവാദ ആക്രമണമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്നിക്കൽ എറർ മൂലം ഉണ്ടായ അപകടമാണോ എന്നുള്ളത് ഇതുവരെ വാർത്തകൾ ഡീറ്റെയിൽ ആയിട്ട് പുറത്തു വന്നിട്ടില്ല. ഈ ഒരു അപകടം ഇറ്റലിയിൽ സംഭവിച്ചിട്ടുണ്ട്. US എംബസി ചില സെലക്ടഡ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർക്ക് വിസ കൊടുക്കാമെന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് പ്രയോറിറ്റി ബേസിസിൽ എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അബുദാബി USA കൗൺസിലേറ്റിൽ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് പോയ ആൾക്കാരെടുത്ത് അവരുടെ എക്സ് പ്ലാറ്റ്ഫോം, അതുപോലെ തന്നെ അവരുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതുപോലത്തെ സോഷ്യൽ മീഡിയയുടെ ഐഡികൾ കംപ്ലീറ്റ് എഴുതി മേടിച്ച് പരിശോധിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അതായത് നിങ്ങൾ അമേരിക്ക പറഞ്ഞതുപോലെ അമേരിക്കക്കെതിരെയോ അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയോ ഇങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിസ ഇന്റർവ്യൂവിന് പോകണ്ട, അതാണ് നല്ലത്. കാരണം ഞാൻ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവിടെ പോയാലും ഈ ഫേസ്ബുക്ക് കമ്പനി തന്നെ അമേരിക്കയുടെയാണ്. അവരുടെ അടുത്ത് കംപ്ലീറ്റ് രേഖകളൊക്കെ ഉണ്ടാവും. അവർ നിങ്ങളുടെ ഡെലീറ്റഡ് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം നോക്കി വളരെ വൃത്തിയായിട്ട് നിങ്ങൾക്ക് വിസ ഇല്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അമേരിക്കയ്ക്ക് പോകുന്ന ആൾക്കാർ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ റെക്കോർഡുകളൊക്കെ കൃത്യമായിട്ട് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇതും ഒരു അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ട്രിനിഡ ടൊബാഗോ എന്ന് പറഞ്ഞ രാജ്യത്തിലാണ് ഇപ്പം വിസിറ്റ് നടത്തുന്നത്. ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ എക്കണോമിക് സഹകരണം, അതുപോലെ എക്കണോമിക് സഹകരണം, അതേപോലെ സെക്യൂരിറ്റി സഹകരണം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള മേഖലകളിലാണ് ലക്ഷ്യമിടുന്നത് എന്നെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് വിഷയം കൂടി വരുന്നുണ്ട്. ചൈന തായ്വാന്റെ വൈസ് പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് തയ്യാറാക്കിയിരുന്നു. അത് പ്രാഗിൽ വെച്ചിട്ട് നടന്ന ഒരു മീറ്റിംഗിലാണ് ഇത് പ്ലാൻ ചെയ്തിരുന്നത്. അതിപ്പം പുറത്തു വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ പ്രൈമറി സ്റ്റേജിലാണ് ഈ വിഷയം ലീക്ക് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള വിവരവും ഞാൻ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.